നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ബുർഖ ധരിക്കാത്തതിനാണ് ഉത്തർപ്രദേശിൽ ഭാര്യയെ ഒപ്പം അത് കണ്ടു നിന്ന 2 പിഞ്ചു പെൺകുട്ടികളെ, പെൺമക്കളെ അയാൾ ക്രൂരമായി കൊന്ന് മുറ്റത്ത് കുഴിച്ചിട്ടത്. മധ്യപ്രദേശിൽ സ്വന്തം കാമുകി, ഇയാൾ വിവാഹിതനാണ്, അവളെ കൊന്ന ശേഷം സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായിട്ടില്ല. അവളിപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇത്തരം നിഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ അത് നിരവധി അരങ്ങേറുന്നു നമുക്ക് ചുറ്റും. അതിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. ബുർഖ ധരിക്കാത്തതിന് കൊടും ക്രൂരത, കൊന്നു കുഴിച്ചു മൂടിയത് ഭാര്യയെയും 2 പെൺമക്കളെയും. ഉത്തർപ്രദേശിലാണ് സംഭവം. അവിടെ ഷാംലി എന്ന ജില്ലയിൽ, അവിടെ ഗർഹി ദൗലത്ത് എന്നൊരു ഗ്രാമമുണ്ട്. ഇവിടെയാണ് സംഭവം നടക്കുന്നത്. പ്രതിയുടെ പേര് ഫാറൂഖ് എന്നാണ്. റെസ്റ്റോറന്റിലെ ജീവനക്കാരനാണ്. റൊട്ടി ഉണ്ടാക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ജോലി. മൃതദേഹങ്ങൾ വീട്ടുമുറ്റത്തെ 9 അടി താഴ്ചയുള്ള കുഴിയിൽ കുഴിച്ചു മൂടിയ നിലയിലാണ് കണ്ടെത്തിയത്. 5 മക്കളുണ്ട് ഇയാൾക്ക്. കൊല്ലപ്പെട്ടത്, അമ്മയെ വധിക്കുന്നത് കൺമുന്നിൽ കണ്ട പെൺമക്കളാണ് 2 പേർ. ഡിസംബർ 10-ാം തീയതിയാണ് ആ നാടിനെ നടുക്കിയ ആ സംഭവം അരങ്ങേറുന്നത്. ഒരാഴ്ച കഴിഞ്ഞാണ് പോലീസിലേക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരം എത്തുന്നത് എന്നുള്ളത് ശരി. കുടുംബ തർക്കത്തെ തുടർന്ന് ഫാറൂഖിന്റെ ഭാര്യ താഹിറ എന്നാണ് അവളുടെ പേര്. അവൾ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. ഈ സമയം, അതായത് ഫാറൂഖുമായി തർക്കിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയം, ബുർഖയോ നിഖാബോ ധരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഈ സമയം അത് ഭർത്താവിനെ വലിയ തോതിൽ ഇക്കാര്യങ്ങൾ ചൊടിപ്പിച്ചുവെന്നാണ് ആരോപണം. താഹിറ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഫാറൂഖ് ഇതിനെ ചൊല്ലി കലഹമുണ്ടാക്കി. അങ്ങനെ ആസൂത്രിതമായി ഭാര്യയെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. എനിക്കൊരു ചായ വേണം, ചായ ഉണ്ടാക്കാൻ നമുക്ക് അടുക്കളയിൽ പോകാമെന്ന് പറഞ്ഞാണ് സ്റ്റൗ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഭാര്യയെ ഇയാൾ വിളിച്ചുകൊണ്ടു പോകുന്നത്. ഏതാണ്ട് രാത്രിയാണ്. കുട്ടികളെല്ലാം കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയം നോക്കി ഭാര്യ താഹിറയ്ക്ക് അവൾക്ക് നേരെ അയാൾ തീ കൊളുത്തി. ഒരു പിസ്റ്റളും ഇയാൾ കയ്യിൽ കരുതിയിരുന്നു. കാരണം മരണം ഉറപ്പിക്കാൻ ഉറച്ചായിരുന്നു പ്രതി ഫാറൂഖ്. കത്തി എരിഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീക്ക് നേരെ അയാൾ വെടിയുതിർക്കുകയും ചെയ്തു. വെടിവെക്കുന്നതിന്റെ ശബ്ദം കേട്ടാണ് ആദ്യം 14 വയസ്സുകാരിയായിട്ടുള്ള മകൾ അവിടേക്ക് എത്തുന്നത്. അവൾ സ്തബ്ധിച്ചു നിന്നപ്പോൾ സ്വന്തം അച്ഛൻ, സ്വന്തം പിതാവായിട്ടുള്ള ഫാറൂഖ് ആ പെൺകുട്ടിയുടെ നേരെയും വെടിയുതിർത്തു. തൽക്ഷണം മരിച്ചു ആ 14-കാരി. ഈ ശബ്ദം കേട്ട് ഇളയ മകൾ വരികയാണ്. അവൾക്ക് 4 വയസ്സാണ് പ്രായം. അവളെ വെടിവെച്ചില്ല, പക്ഷേ ശ്വാസം മുട്ടിച്ച് അരും കൊല. ഫാറൂഖിന്റെ പിതാവാണ് ആദ്യം പോലീസിനെ സമീപിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി 2 കൊച്ചുമക്കളെയും ഒപ്പം മരുമകളെയും കാണാനില്ല എന്നുള്ളതായിരുന്നു ഇയാളുടെ പരാതി. പോലീസിനെ അറിയിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു അത് ദുരൂഹതയുണ്ടത്. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിന്റെ ചുരുളിലേക്ക് എത്തി. आज सांग लगभग 5 बजे थाना कांधला का गांव गढ़ी दौलत है, वहाँ के प्रधान ने आके थाने पर बताया कि मेरे गांव का एक फारूक नाम का व्यक्ति है और उसके पत्नी और 2 बच्चियां गायब हैं। तत्काल हमारे चौकी इंचार्ज गंगेरू, हमारे SHO कांधला सतीश मौके पे आए और फारूक, जिसकी पत्नी और बच्चे गायब थे, उससे उन लोगों ने सख्ती से पूछताछ की और उसने बताया कि मेरी पत्नी के साथ मैं और हमारे 5 बच्चे घर में रहते, बहुत गरीब मैं था और मैं होटल पे काम करता, रोटी बनाने काम करता था मैं। हमारी पत्नी विगत 1 महीने पहले, चूँकि मैं गरीब था और हमारी शादी मंसूरपुर मुजफ्फरनगर में हुई थी, वो हमसे कुछ पैसे मांग रही थी। इसको लेकर हमारा विवाद हो गया था और बिना वो बुर्का और नकाब के अपने मैके चली गई अपनी छोटी बच्ची को लेकर के। इस बात को लेकर काफ़ी परेशान था कि हमारी इज्जत चली गई और मैं जाके 1 महीने बाद अपनी पति को घर पे लेके आया यहाँ पे
और तभी से मेरे मन में भाव जग गया कि लग रहा है इसका मामला कुछ और है और मुझे मेरी इज्जत अब नहीं करती है ये, और तभी मैंने इसको जान से मारने का प्लान बनाया। അങ്ങനെ ഫാറൂഖിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുകയാണ്. ഫാറൂഖിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇയാൾ എല്ലാം നിഷേധിക്കുകയായിരുന്നു. ആദ്യം പോലീസിനെ വഴിതിരിച്ചു വിടാനായിരുന്നു ആദ്യം ശ്രമിക്കുന്നത്. നിരന്തരമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഫാറൂഖ് കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ബുർഖ അത് ധരിക്കണമെന്ന് ആ ഗ്രാമത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം കൊണ്ടുള്ള കൊലപാതകമായി തന്നെയാണ് നാട്ടുകാർ കരുതുന്നു. തീവ്ര മതവിശ്വാസമുള്ള ആളുകളാണ് അവിടെയുള്ളതെങ്കിൽ പോലും ബുർഖ ധരിക്കാത്തതിന്റെ പേരിൽ ഇത്തരത്തിലൊരു കൊലപാതകം അത് വിശ്വസിക്കുക പ്രയാസമാണെന്ന് അയൽവാസികൾ പറയുകയാണ്. कि बुर्का पहनना 100% आपको अलाउ है। हाँ ठीक है, जिसने पर्दा करना है वो बुर्का पहन सकते हैं, लेकिन अब फारूक के चलन का मैं नहीं कह सकता कि इसके यहाँ बुर्के को लेके विवाद हुआ, क्या नहीं हुआ, लेकिन बुर्के का तो कोई जिक्र नहीं है गाँव में। लेकिन काफ़ी ये तो 20% महिलाएँ हैं जो मान लो बुर्का लगा के दाएं बाएं जाती हैं, वरना कुछ 70-80% ऐसी है जो अपने खेतों में काम करती हैं, अपने पशुओं के लिए चारा लाते हैं, मुस्लिम होती हैं, में भी उन पर कोई दबाव नहीं होता इस बात का। വിവാഹശേഷമാണ് ഫാറൂഖിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് ബന്ധുക്കളായ ചിലർ പറയുന്നത്. അതുവരെ വീട്ടുകാരായൊക്കെ സഹകരിച്ചു നിന്നിരുന്ന ആളാണ് ഫാറൂഖ്. പക്ഷേ വിവാഹശേഷം വലിയ തോതിൽ മാറ്റം, അത് വിശ്വാസപരമായിട്ടാണെങ്കിലും വീട്ടിലെ നിയന്ത്രണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വീട്ടുകാരുമായി പല കാര്യങ്ങളും സഹകരിച്ചിരുന്നില്ല. ബന്ധുക്കളുടെ വീട്ടിൽ ഒരു മരണം നടന്നാലോ അല്ലെങ്കിൽ ഒരു കല്യാണം, വിവാഹം, നല്ല ചടങ്ങുകൾ നടന്നാൽ പോലും ഇയാൾ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നും ചില ബന്ധുക്കൾ പറയുന്നു. जो है बुर्खा जो है पहनना क्या इस गांव में जरूरी होता है? गांव में नहीं, हमारे इस्लाम में ज़रूरी है, लेकिन ज़बरदस्ती नहीं है, वो मर्जी है हमारी। जब उसकी शादी नहीं हुई थी हमारे साथ पढ़ा भी मदरसे में, हमारे साथ खेलता भी था, लेकिन जब से शादी हुई थी इसमें बहुत बदलाव आ गया था शादी के बाद। यहाँ तक के यहाँ पर कोई नहीं आता था। देखिए अभी हमारे परिवार की है, ताया की पोती, यहाँ तक इन बच्चों को भी परमिशन नहीं थी यहाँ पर आने की। बात ही है उस वो खुशी में, किसी के गम में, हमारे पूरे परिवार में भी अगर मौत हुई या खुशी हुई, शादी हो, कुछ भी हो, किसी में भी नहीं वो शामिल होता था, ना तो वो खुद, न उसके बच्चे और न उनकी बीवी। ഇയാൾ മാത്രമല്ല, ഇയാളുടെ ഭാര്യ, അതായത് മരിച്ച താഹിറ, അവരും കുട്ടികളും ഒക്കെ ഒന്ന് മാറ്റി നിർത്താൻ എപ്പോഴും ഇയാൾ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ആ ബന്ധു പറഞ്ഞത്. ഇനി ടോയ്ലറ്റ് നിർമ്മിക്കാൻ കുഴിച്ച കുഴിയിലായിരുന്നു ആ സംഭവം. എന്താണെങ്കിലും ഈ ബുർഖ ധരിച്ച് പുറത്തേക്ക് പോകാത്തതാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്, പ്രത്യേകിച്ചും ആ നാട്ടിൽ. അത്രമാത്രം ഗുരുതരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. അപ്പോൾ മറ്റ് ബന്ധുക്കളോടും ചോദിക്കുന്നുണ്ട്, ബുർഖ ധരിച്ച് മാത്രമാണോ പുറത്തു പോകാറുള്ളൂ, അല്ലെങ്കിൽ അതാണോ പതിവുള്ളൂ എന്ന്. ന്യൂസ് 18 പ്രതിനിധി അവിടെ എത്തിയിരുന്നു. അപ്പോൾ അവരോടും അവർ പറഞ്ഞത് ഞങ്ങൾ ബുർഖ ധരിച്ച് തന്നെയാണ് പോകാറ് എന്നുള്ളതാണ്. ഇവർ പോകാത്തതിൽ പ്രശ്നമില്ല, പക്ഷേ ബുർഖ ധരിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്ന ഒരു യാഥാസ്ഥിതിക കുടുംബമാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. अच्छा, आप यहाँ पे इतने लंबे समय से रह रही हैं, तो कभी ऐसा कोई आपने कोई दबाव महसूस किया या कुछ ऐसी बात की बुर्खा पहनना बाहर निकलते वक्त एकदम ज़रूरी है? बुर्खे से मैं रहती, बाहर नहीं जाती हूँ। जब अपने घर जाती बुर्खा उड़ कर जाती, और कहीं नहीं जाती, बुर्खे से ही जाती। കക്കൂസ് കുഴിയിലാണ് ആ അമ്മയുടെയും 2 പെൺമക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയത്. മറ്റു 3 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ അവർ ഉറക്കത്തിലായിരുന്നു. ശബ്ദം കേട്ട് അവർ ഉണർന്നില്ല. അതുകൊണ്ട് മാത്രം അയാൾ അവരെ ഉപദ്രവിച്ചില്ല. മുൻകാമുകിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമം. കൃത്യത്തിന് ശേഷം സ്വയം നിറയൊഴിച്ച് യുവാവിന്റെ മരണം.
മധ്യപ്രദേശിലാണ് സംഭവം. അവിടെ ദാദിയ ജില്ലയിൽ വിവാഹിതനാണ് മാനവേന്ദ്ര യാദവ് എന്ന ആള്. 25 വയസ്സാണ് അയാളുടെ പ്രായം. ഒരു കുഞ്ഞിന്റെ പിതാവാണ്. അതായത് അയാൾക്കൊരു കുഞ്ഞുണ്ട്. ഈ കൗമാരക്കാരിയായിട്ടുള്ള പെൺകുട്ടി ഗുരുതരമായി പരിക്കേറ്റപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെൺകുട്ടിയാകട്ടെ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഈ ബിരുദ വിദ്യാർത്ഥിനിയുമായി ഇയാൾക്ക് പ്രണയമായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ആ ബന്ധത്തിലെ ഉലച്ചിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്കും ഈ പെൺകുട്ടിക്ക് നേരെ വെടിയുതിർക്കാനുമൊക്കെ കാരണമെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ നെഞ്ചിലാണ് വെടിയുണ്ട തുളച്ചു കയറിയത്. ഗോണ്ടൻ പോലീസ് സ്റ്റേഷൻ പരിധി, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു ഷാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഈ പെൺകുട്ടി. ആദ്യം അവളെ അയാൾ തടഞ്ഞു നിർത്തി മാനവേന്ദ്രൻ. പിന്നീട് കയ്യിൽ കരുതിയിരുന്ന ഒരു നാടൻ കൈത്തോക്ക് അതുപയോഗിച്ച് നെഞ്ചത്തേക്ക് വെടിയുതിർത്തു. ഹൃദയം തുളഞ്ഞ് ആ വെടിയുണ്ട കയറണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. പെൺകുട്ടിക്ക് നേരെ വെടിയുതിർത്ത ശേഷം സ്വയം വെടിയുതിർത്ത് അയാൾ ആത്മഹത്യയും ചെയ്തു. തൽക്ഷണം അയാളുടെ മരണം സംഭവിച്ചു. പക്ഷേ ആ പെൺകുട്ടിക്ക് അത്രമാത്രം ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് ഭാഗ്യം. പോലീസ് പറയുന്നത് കേൾക്കാം. सूचना प्राप्त हुई थी कि ये कमलापुरी गांव के पास एक व्यक्ति ने एक लड़की को गोली मार दी और खुद को भी गोली मार ली था। मौके पर पुलिस पहुंची तब पता चला कि जो मानवेंद्र यादव, जिसकी उम्र लगभग 24 वर्ष है, गोदन का निवासी, उसने एक 19 वर्षीय शिखा यादव को सीने में गोली मारकर गंभीर रूप से घायल कर दिया और स्वयं ने भी उसी कट्टे से खुद को गोली मारकर आत्महत्या कर ली। उसके बाद मौके पर पुलिस पहुंची और लड़की को उपचार के लिए जिला अस्पताल भेजा गया। साथ ही जो मृतक मानवेंद्र था उसका शव मर्चुरी में रखा गया है और कल उसका PM होगा। പ്രണയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇത്തരമൊരു അരും കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് ആദ്യ നിഗമനമായി പറയുന്നുണ്ട്. സ്വയം വെടിയുതിർത്ത മാനവേന്ദ്ര ആ സ്പോട്ടിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് അവിടെ വീണു. അതായത് അവളുടെ കൺമുന്നിൽ അയാൾ മരിക്കുന്നത് അവൾ കണ്ടു. ആദ്യം ഈ പെൺകുട്ടിയെ ഇന്ദർഗഡിലെ ആശുപത്രിയിൽ എത്തിച്ചു. നില അത് ഗുരുതരമായിരുന്നു. അങ്ങനെ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നാട്ടുകാരാണ് ഓടിക്കൂടിയത് ആദ്യം വെടിവെച്ചുള്ള ശബ്ദം കേട്ട്. കാരണം 2 തവണ വെടിയുതിർക്കുന്ന ശബ്ദം ആ നാട്ടുകാർ കേട്ടു. അവർ പോലീസിൽ വിവരം അറിയിച്ചു. മാനവേന്ദ്രയുടെ പെൺകുട്ടിയുടെയും ഗ്രാമങ്ങൾ, അവരുടെ വീടുകൾ തമ്മിൽ ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതാണ്ട് 2-3 വർഷത്തിലേറെയായി ഇവർ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട്. അവൾ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്, ബിരുദ വിദ്യാർത്ഥിനി, ആർട്സിന് പഠിക്കുന്നു. വിവാഹിതനായിട്ടുള്ള മാനവേന്ദ്രയുമായി എങ്ങനെ ഇവൾ പ്രണയത്തിലായി എന്നുള്ളതാണ് ആ നാട്ടുകാർക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിൽക്കുന്നത്. എന്താണെങ്കിലും ഹൃദയം തുളഞ്ഞ് ആ വെടിയുണ്ട പോകേണ്ടതായിരുന്നു. നേരിയ വ്യത്യാസത്തിലാണ് ആ വെടിയുണ്ട തുളഞ്ഞ് പുറത്തേക്ക് പോയത്. പെൺകുട്ടി അപകടനില ഇനിയും തരണം ചെയ്തുവെന്ന് പറയാനും കഴിയും. തട്ടിപ്പ് കേസിലെ പ്രതികൾ മറ്റൊരു തട്ടിപ്പിന് ഇരയായാലും വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പ്രതികളുടെ കുടുംബങ്ങളിൽ നിന്ന് പണം തട്ടിയ പ്രതികൾ പൊന്നാനിയിൽ അറസ്റ്റിലായി. നിരവധി സർവകലാശാലകളുടെയും കോളേജുകളിലുമൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഒരു വൻ റാക്കറ്റ് പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അവർ പിടിയിലായത് വലിയ സംഭവമായിരുന്നു. 24 അവറും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ആ കേസിൽ പിടിയിലായി അകത്തുള്ളവരെ രക്ഷിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഈ പുതിയ ആസൂത്രണം. എങ്ങനെയുണ്ട്? കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം എന്നായിരുന്നു ആ വാഗ്ദാനം. പോലീസുമായി നല്ല പിടിപാടുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കൊപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിരുന്നു ശ്രമം.
പ്രതികളുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ 25 ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. 2 പേരാണ് ഈ സംഭവത്തിൽ പൊന്നാനി പോലീസിന്റെ അറസ്റ്റിലായത്. 1 നവാസ്, 2 കമറുദ്ദീൻ. വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പ്രതികളായ രാഹുലിന്റെയും ഇർഷാദിന്റെയും കുടുംബാംഗങ്ങളുടെ പരാതിയിലാണ് പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത്. അങ്ങനെ ആ അന്വേഷണത്തിൽ ഇവർ അറസ്റ്റിലായി. തങ്ങൾക്ക് പോലീസുമായി ഉന്നത ബന്ധമുണ്ടെന്നും അതുപയോഗിച്ച് ഇർഷാദിനെയും രാഹുലിനെയും കേസിൽ നിന്ന് ഈസിയായി ഊരിയെടുക്കാമെന്നും അവർ വിശ്വസിപ്പിച്ചു. അതായിരുന്നു അവരുടെ വാഗ്ദാനം. പോലീസ് പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ടായി, എല്ലാവരും അറിഞ്ഞിരിക്കും. അത് നമ്മുടെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരാളുടെ പേര് ഇർഷാദ് എന്നാണ്, അതുപോലെ തന്നെ രാഹുൽ, പിന്നെ ഒരാൾ നിസാർ. അങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ റിമാൻഡിൽ പോയതിന് ശേഷം ആ സമയത്ത് പറയുന്ന ഒരു നവാസ് എന്ന് പറയുന്നത് തിരൂരുകാരനാണ്, അതുപോലെ തന്നെ ഒരു കമറുദ്ദീൻ ചിറക്കൽ, ഇവർ 2 പേരും കൂടെ ഇവരെ വീട്ടിൽ പോയിട്ട് ഇവർ റിമാൻഡ് ആയതിനു ശേഷം, ജയിലായതിനു ശേഷം ഇവർ സമീപിച്ചിട്ട് പറയുന്നു, അവർ ഈ വീട്ടുകാരോട് പറഞ്ഞു, നമ്മൾ ഇടപെട്ട് ഇത് എല്ലാം ശരിയാക്കി തരാം, ഞങ്ങൾക്ക് പോലീസുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ്, നിങ്ങളത് പോലീസുകാർക്ക് ക്യാഷ് കൊടുത്തില്ല എങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും, അവർക്ക് ജാമ്യമൊന്നും കിട്ടൂല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും, ഞങ്ങൾക്ക് അതിനുള്ള പരിചയക്കാർ, നമുക്ക് അതിന് ഇടപെടാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അത് ക്യാഷ് കൊടുത്ത് എല്ലാവരും ക്യാഷ് കൊടുത്ത് സെറ്റാക്കണം. പോലീസുകാർക്ക് പണം നൽകിയില്ലെങ്കിൽ ജാമ്യം കിട്ടില്ല എന്നും ജീവിതകാലം മുഴുവൻ ഇർഷാദും രാഹുലും ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതൊക്കെയായിരുന്നു കുടുംബങ്ങളെ ഇവർ ഭീഷണിപ്പെടുത്തിയത്. പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ പരാതി പറയുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ അവർ പണയം വെക്കുകയാണ്. സഹോദരന്റെ ഭാര്യയുടെ ഉൾപ്പെടെ ഏതാണ്ട് 25 ലക്ഷം രൂപ അവർക്ക് അങ്ങനെ നൽകി. 20 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും 5 ലക്ഷം രൂപ പണമായും നൽകി. അപ്പോഴും അവർ ഉറച്ചു വിശ്വസിച്ചു, അകത്തുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവർ ഊരിയെടുക്കുമെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ആൾറെഡി കസ്റ്റഡിയിൽ വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഇവർ ആദ്യത്തെ തീരുള്ള ജാമ്യം തള്ളി. അപ്പോൾ അവർ വീണ്ടും എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ ജാമ്യമൊന്നും കിട്ടാൻ പോണില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ജാമ്യം കിട്ടാൻ പോണില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, സീരിയസ് ആയ പ്രശ്നമാണ്, കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തിയപ്പം ഇർഷാദിൻ്റെ ചേട്ടൻ, ഇർഷാദിൻ്റെ ഭാര്യയുടേത്, അതുപോലെ ഇവരെല്ലാവരുടെയും സ്വർണ്ണാഭരണങ്ങളെല്ലാം കൂടെ പണയം വെച്ച് 20 ലക്ഷം രൂപ അക്കൗണ്ടിലേക്കും 5 ലക്ഷം രൂപ ചമ്മറോട്ട് വെച്ചിട്ട് ക്യാഷായിട്ട് ഇവർക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി. അപ്പോൾ ഇവർ കണ്ട ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നു. അപ്പോൾ ഇനി അവർ പത്രത്തിൽ കൊടുക്കുകയോ വേറെ മീഡിയയിലൊന്നും വരില്ല, കേസെല്ലാം ഇവിടെ തീർന്നു, ഇനി ഗൾഫിലൊക്കെ പോകാം എന്നുള്ള രീതിയിൽ പറയുന്നു. എന്നാൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ തരത്തിൽ ബാക്കിയുള്ള പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെളിയിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരുന്നത്. ബാക്കിയെല്ലാ പ്രതികളെയും മറ്റുമൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിത് വലിയൊരു മീഡിയ ആയിട്ട് എല്ലാവരും പുറത്തു വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നും ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ക്യാഷ് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ ക്യാഷ് തിരിച്ചിട്ട് അങ്ങനെ ഇന്നലെ അവർ ഇവിടെ പരാതിയായിട്ട് വന്നു. അതിലേക്കൊരു കേസ് നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജയിലിലുള്ള മറ്റൊരു തട്ടിപ്പുകാരനാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ് പോലീസ് കരുതുന്നത്. അയാളുടെ പേര് സോഡാ ബാബു എന്നാണ്. ശരിക്കും പേര് ഷാജിത്ത്. ഷാജിത്ത് നിലവിൽ മറ്റൊരു വാഹനമോഷണ കേസിൽ എറണാകുളത്ത് റിമാൻഡിലാണ്. ജയിലിൽ ഇരുന്നാണ് ഷാജിത്ത് ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് വിശ്വസിക്കുന്നുണ്ട്. തട്ടിപ്പിനിരയായവരെ വിശ്വസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞ് ചില വോയിസ് മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ആ വോയിസ് മെസ്സേജുകൾ അയച്ചതിലെ രസകരമായിട്ടുള്ള കാര്യം എന്തെന്നോ, പോലീസ് സ്റ്റേഷനുള്ളിലെ വയർലെസ് സെറ്റുകളുടെ ശബ്ദമൊക്കെ ആ വോയിസിൽ കേൾക്കാമായിരുന്നു. അങ്ങനെ വളരെ കണ്ണിങ്ങായി വിശ്വസിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അത് ഷാജിത്തിന്റെ അല്ലെങ്കിൽ സോഡാ ബാബുവിന്റെ ശബ്ദമായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. തൃശ്ശൂർ നമ്മുടെ തിരൂർ DSP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇവർക്ക് അയച്ചു കൊടുത്തു. അതിൽ പറയുന്നത് എന്തെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിൽ ഒരാൾ പറയുന്ന ഒരു വോയിസാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ കേൾക്കുന്നതിലുള്ള വയർലെസ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഒരു വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പ് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം, ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞൊരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് നമ്മളെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ വോയിസ് അല്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ വോയിസ് അയച്ചു കൊടുത്തത് ഇവരെ കൂടാതെ ഒരു ബാബു അഥവാ സോഡാ ബാബു എന്ന് വിളിക്കുന്ന ഒരാളാണ് ഇവർക്ക് അയച്ചു കൊടുത്തത്. അയാളാണ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞെന്നാണ് ഇപ്പോഴത്തെ ഈ 2 പ്രതികൾ പറയുന്നത്. അപ്പോൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചാൽ അയാളിപ്പോൾ നിലവിൽ എറണാകുളം സെൻട്രൽ ജയിലിലാണ്. അവിടെ ജയിലിലായിട്ടുണ്ട്. പനങ്ങാട് സ്റ്റേഷനിലെ ഒരു വാഹനമോഷണ കേസുമായി ബന്ധപ്പെട്ട് സോഡാ ബാബു എന്ന് വിളിക്കുന്ന സാജിദ് അവിടെ റിമാൻഡിൽ കഴിയുകയാണ്. അത് ഈ പൈസ എല്ലാം വാങ്ങിച്ച് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ അവിടുത്തെ കേസിൽ അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്.
ഇർഷാദിനും രാഹുലിനും ജാമ്യം കിട്ടാതായതോടെ നവാസും കമറുദ്ദീനും കുടുംബാംഗങ്ങളെ വീണ്ടും ഭീഷണിപ്പെടുത്തി. പണം തട്ടാൻ തന്നെയായിരുന്നു ശ്രമം. ഇതോടെയാണ് കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകുന്നത്. പൊന്നാനി സി അഷ്റഫിന്റെ നേതൃത്വത്തിൽ SI ബിബിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള കൃപേഷ്, സുമേഷ്, ശ്രീരാജ് എന്നിവരടങ്ങിയ സംഘമാണ് അങ്ങനെ പ്രതികളെ പിടികൂടിയത്. വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റിന്റെ കേസിൽ അറസ്റ്റിലായവരെയും അതിലേറെ വലിയ തട്ടിപ്പോടുകൂടി കുടുക്കാൻ ശ്രമിച്ചവരാണ് അങ്ങനെ അകത്തായത്. ഇടവേള. ബേക്കറി ഉടമയെ പരിക്കേൽപ്പിച്ച കേസിൽ 5 പേർ പിടിയിൽ. ഇനി കണ്ടെത്താനുള്ളത് വണ്ടി ഓടിച്ച 6-ാമനെ. എറണാകുളത്തിന് മൂവാറ്റുപുഴയ്ക്കും ഇടയിലുള്ള കോലഞ്ചേരിയിലാണ് സംഭവം നടക്കുന്നത്. രാത്രി 10-ഓടുകൂടി ഐസ്ക്രീം എടുത്ത ശേഷം പണം നൽകാതെ കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു ഒരു ബേക്കറിയിൽ ഒരു 6-അംഗ സംഘം. കാറിലെത്തിയവരാണ് അവർ. അതിൽ 2 പേർ ആദ്യം കടയിലേക്ക് കയറി പലഹാരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടു. കടയുടെ പിൻഭാഗത്തായിരുന്നു ബേക്കറി ഉടമയായിട്ടുള്ള ബെസ്റ്റിൻ ബേക്കേഴ്സ് എന്നാണ് ആ ബേക്കറിയുടെ പേര്. ഇതിനിടയിൽ മറ്റ് 2 പേർ ബെസ്റ്റിൻ കാണാതെ ആ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം കൈക്കലാക്കി. പലഹാരം വാങ്ങാനെത്തിയവർ പണം ചോദിച്ചപ്പോൾ കാറിലുണ്ട്, എടുത്തു തരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കാറിൽ ഒരാൾ കയറി അയാൾ ആംഗ്യം കാണിക്കുകയാണ് കടയിലുള്ള ആളുകൾക്ക് നേരെ. ആ ബേക്കറിയിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരും ഓടി കാറിലേക്ക് കയറി. ഇത് കണ്ട ബെസ്റ്റിൻ പിന്നാലെ എത്തി. തടഞ്ഞു നിർത്തി പണം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു ആ ബേക്കറി ഉടമ. പക്ഷേ ഈ സമയം ബെസ്റ്റിന്റെ പിടി എങ്ങനെയെങ്കിലും വിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. അങ്ങനെ ഏതാനും ദൂരത്തോളം കാറിൽ ബെസ്റ്റിനെ, ആ ബേക്കറി ഉടമയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവർ. ബെസ്റ്റിന് നേരിയ പരിക്കുണ്ട്. തോളിനും പുറത്തുമാണ് പ്രധാനമായും പരിക്ക്. ഈ പ്രതികൾ എല്ലാവരും തിരുവനന്തപുരം സ്വദേശികളാണ്. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് എന്നുള്ളതാണ് രസകരം. ഈ കാറ് അതിവേഗത്തിലെടുത്ത് പോയത് എറണാകുളം ഭാഗത്തേക്കാണ്. അപ്പോൾ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് താഴെ ഇളകി വീണു. ആ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത്. തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് ഫൈസൽ, റമി സുൽഫിക്കർ, ആഷിഖ് അമീർ, നിധിൻ, അനു സനൽ എന്നിവരാണ് ഈ കേസിൽ പിടിയിലാവുന്നത്. ഇവർ എറണാകുളത്ത് കറങ്ങാനെത്തിയതാണ്. ലുലു മാളിൽ പോയി, വണ്ടർലായിൽ പോയി ആഘോഷിച്ച ശേഷം മൂന്നാറിലേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പോക്കിനിടയിലാണ് കോലഞ്ചേരി ടൗണിൽ തന്നെയുള്ള ആ ബെസ്റ്റിൻ ബേക്കേഴ്സിലെത്തി ഇവർ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചതും പണം നൽകാതെ കടക്കാൻ ശ്രമിച്ചതും. ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നവർ എങ്ങനെയാണ് CCTV പോലുള്ള സംഭവങ്ങൾ ഇല്ലാത്തത് എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ, ആലോചിക്കുമ്പോൾ തന്നെ അമ്പരപ്പ് തോന്നുന്നു. കാരണം ഇന്ന് ഏത് കടയിലാണ് CCTV ഇല്ലാത്തത്? മുഖത്ത് മാസ്കൊക്കെ വെച്ചാണ് അവർ വന്നത്. പക്ഷേ ആ മാസ്കിനും അപ്പുറത്തേക്ക് എത്രയോ തവണ അവരുടെ മുഖം വ്യക്തമാവുന്നുണ്ട് ആ CCTV. എന്താണെങ്കിലും 6-ാമനായുള്ള അന്വേഷണത്തിലാണ്. വണ്ടി ഓടിച്ച 6-ാമനെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ബെസ്റ്റിൻ എന്ന് 24 പറഞ്ഞത്. ആ പ്രതിയെയും കൂടി ഉടൻ പോലീസ് കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കും.
ഇനി പാലക്കാട്ടേക്കാണ്. അവിടെ വാണയംകുളത്ത് പെട്രോൾ പമ്പിൽ ഒരു അതിക്രമം നടന്നു. തീ വെക്കാനായിരുന്നു ശ്രമം. തീപ്പെട്ടി കത്തിക്കുന്നത് കാണാം. പെട്രോൾ ഒഴിച്ച ശേഷം പെട്രോൾ പമ്പിന്റെ ആ നിലത്ത് ഓട്ടോയിലെത്തിയ 3 അംഗ സംഘമാണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയത്. വാണിയംകുളം ടൗണിലെ KM പെട്രോൾ പമ്പിലായിരുന്നു സംഭവം. തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ നാടകീയ രംഗങ്ങൾ ആ പമ്പിൽ അരങ്ങേറുന്നത്. ക്യാനിൽ വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചുവെന്ന് പെട്രോൾ പമ്പ് പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. 3 പേരടങ്ങിയ സംഘമാണ് ഓട്ടോറിക്ഷയിൽ ആ വാണിയമ്പാറയിലെ ആ പമ്പിലേക്ക് എത്തുന്നത്. ബോട്ടിൽ കൈവശം ഇല്ല എന്നും ഒരു ബോട്ടിലിൽ പെട്രോൾ നിറച്ചു തരണമെന്നുമായിരുന്നു ഓട്ടോറിക്ഷയിലെത്തിയ ഈ 3 അംഗ സംഘത്തിന്റെ ആവശ്യം. പമ്പ് ജീവനക്കാർ പറഞ്ഞു, പക്ഷേ ഇവിടെ ബോട്ടിൽ ഇല്ല എന്ന്. നിങ്ങൾക്ക് പെട്രോൾ വേണമെങ്കിൽ നിങ്ങൾ ബോട്ടിൽ കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു ആ പെട്രോൾ ബങ്കിലിരുന്ന ആ ജീവനക്കാരന്റെ മറുപടി. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 2 പേർ നേരെ പുറത്തേക്കിറങ്ങി. പമ്പിൽ മുഴുവൻ അന്വേഷണം നടത്തുകയാണ്. അവർ പരിശോധിച്ചു. ഏറ്റവും ഒടുവിൽ ആ പമ്പിൽ അങ്ങനെ ഒരു ബോട്ടിലില്ല എന്ന് വ്യക്തമായതോടുകൂടി ഓട്ടോയിൽ തന്നെ അവർ കരുതിയിരുന്ന ഒരു ക്യാനുണ്ട്. ആ ക്യാൻ എടുത്ത് ജീവനക്കാർക്ക് നൽകി. അതിൽ പെട്രോൾ നിറച്ചു നൽകാൻ നിർബന്ധിച്ചു. അങ്ങനെ ഭീഷണികൾക്കും കുറെ അസഭ്യം പറച്ചിലും ഒക്കെ ഉണ്ടായി. ഇതിനൊടുവിൽ ജീവനക്കാർ ആ ക്യാനിൽ പെട്രോൾ നിറച്ചു നൽകി. പമ്പിൽ നിന്നും ബോട്ടിൽ നൽകേണ്ടത് നിങ്ങൾ ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞായിരുന്നു ആ സംഘത്തിലെ 2 പേർ ജീവനക്കാരോട് തട്ടിക്കയറിയതും അസഭ്യം പറഞ്ഞതും. പെട്രോൾ തന്നില്ലെങ്കിൽ പമ്പിന് തീ വയ്ക്കും, കൊല്ലും എന്നുള്ളതൊക്കെയായിരുന്നു ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ആ ക്യാനിൽ വാങ്ങിയ പെട്രോൾ ആ പമ്പിനോട് ചേർന്ന് തന്നെ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. പമ്പ് മാനേജർ ഷൊർണൂർ DSPക്ക് പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് അതിൽ വിശദമായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CCTVയിൽ എല്ലാം വ്യക്തമാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് അവർ ചെയ്തതെന്ന് മുകളിൽ ഒരാളിരുന്ന് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യമില്ലാതെ കാട്ടിക്കൂട്ടി അതിക്രമം. നിഗൂഢതയുള്ള ഈ 20-ാം മണിക്കൂർ പൂർണ്ണമാകുകയാണ്. വീണ്ടും നാളെ കാണാം. വീണ്ടും 20-ാം മണിക്കൂർ.